ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ബാച്ചിലേഴ്സ് കറിയാണ്. ഈ ബാച്ചിലേഴ്സ് കറി എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാക്കാവുന്ന കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ ഇവർ ജോലിയുള്ളവരായിരിക്കും, ഒരു റൂം വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുന്നു, ഭക്ഷണം തന്നെത്താൻ പാകം ചെയ്യുന്നു, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ഇത് കൂടുതലും ആണുങ്ങളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം ഇതിന് ഉള്ളി പൊളിക്കുക അതുപോലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കണം, പെട്ടെന്നുണ്ടാക്കണം, ടേസ്റ്റി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കറീനെ പറ്റിയാണ് ഞാനിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഈ ബാച്ചിലേഴ്സ് കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ഉരുളൻകിഴങ്ങ്, 2 മീഡിയം സൈസ് സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില, 3-4 പച്ചമുളക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും സംഗതികൾ ഒന്ന് അരിഞ്ഞെടുക്കണം. ഈ ഉരുളൻകിഴങ്ങും പച്ചമുളകും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ കറിക്ക് വേണ്ടതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രൊസീഡിയറിലോട്ട് പോവാം. ആദ്യം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടുക. വേപ്പില. ഈ സമയത്തൊക്കെ നമ്മളൊരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ കടുകൊക്കെ അങ്ങ് അരിഞ്ഞു വരും. ഇഞ്ചി, പച്ചമുളക്, അത് കഴിഞ്ഞ് അതിലേക്ക് ഈ സവാള അരിഞ്ഞതിടുക. ആ സമയത്ത് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുക. ബാക്കി ഉപ്പ് നമുക്ക് പിന്നെ ഇടാം. അപ്പോൾ സവാള ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, ഒരു ഹാഫ് കുക്ക്. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇല്ലേ, ബ്രൗൺ കളറൊന്നും ആകേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് അതിൻ്റെ അകത്തോട്ടിടുക. എന്നിട്ട് ഇത് കുറച്ച് നേരം മൂടി വെക്കും. അടപ്പ് വെച്ചൊന്ന് മൂടും. ആ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഈ ഉഴുന്നുപരിപ്പ് ഇട്ട കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കണം. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതൊരു ഇച്ചിരി ഹൈ ഫ്ലെയിമിലൊക്കെ ഇടാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് റെഡിയായി. അതിൻ്റെ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉപ്പ് നോക്കണം. ഉപ്പ് കുഴപ്പമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. അതുകൊണ്ടാണ് ഇതിന് ബാച്ചിലേഴ്സ് ഉരുളൻകിഴങ്ങ് കറി എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഈ റെസിപ്പി അനുസരിച്ചൊന്ന് ഉണ്ടാക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
അപ്പോൾ നമുക്കിതിൻ്റെ ചാറൊരിച്ചിരി കൂടെ കൂടണമെങ്കിൽ ഒരിച്ചിരി തിളച്ച വെള്ളവും അതനുസരിച്ച് ഉപ്പും കൂടെ ഇട്ടാൽ മതി.